അപ്പൊ നമ്മളിപ്പോ അടുത്ത് പഠിക്കാൻ പോണത് ബയോൺസി ആണ്. ബയോൺസി ആൻഡ് ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പൊ ഇതില് നമുക്ക് മെയിൻ ആയിട്ടുള്ളത് ബയോൺസി ഉണ്ട്, സെന്റർ ഓഫ് ബയോൺസി ഉണ്ട്, മെറ്റാ സെന്റർ ഉണ്ട്, പിന്നെ മെറ്റാസെൻട്രിക് ഹൈറ്റ് ഉണ്ട്, പിന്നെ അനലിറ്റിക്കൽ മെത്തേഡ്, ഡിറ്റർമിനി മെറ്റാസെൻട്രിക് ഹൈറ്റ്, കണ്ടീഷൻസ്. അപ്പൊ ഇതിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, എക്സ്റ്റേണൽ മെത്തേഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പൊ എന്താണ് ഈ ബയോൺസി എന്ന് വെച്ചാൽ, when a body immersed in a fluid, ഒരു ഫ്ലൂയിഡിനകത്ത് ഒരു ബോഡി ഇമേഴ്സ് ചെയ്യാൻ, ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെടുത്ത് നമുക്ക് എന്ത് ചെയ്യും, ഇതിലൂടെ ഡിപ്പ് ചെയ്യും. അപ്പോർഡ് ഫോഴ്സ് എക്സൈഡഡ് ബൈ ദ ഫ്ലൂയിഡ് ഓൺ ദ ബോഡി. ശരിയല്ലേ? ഒരു അപ്പോർഡ് ഫോഴ്സ് ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ ഏതൊരു ബോഡി എടുത്ത് മുക്കിയാലും, അതായത് ഫ്ലോട്ട് ചെയ്താലും അതിന് നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഒരു അപ്പോർഡ് ഫോഴ്സ് ഉണ്ടാവുമല്ലോ, അല്ലേ? അപ്പൊ ദിസ് അപ്പോർഡ് ഫോഴ്സ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ബോഡി ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി. അതായത് ഇതിന്റെ വെയിറ്റിന് ഈക്വലന്റ് ആയിരിക്കും വെയിറ്റ് ഓഫ് ദ ബോഡി ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി. അങ്ങനെയുള്ള ഇതിനെ പറയണത് ബയോൺസി എന്ന് പറയണത്, സിംപ്ലി ബയോൺസി എന്ന് പറയണത്. ഓക്കെ. അപ്പം ആ വെയിറ്റിന് ഈക്വലന്റ് ആയിട്ട് ഒരു ഫോഴ്സ് ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ആവും. നമ്മളിപ്പോ സാധാരണ ഒരു ഹൊറിസോണ്ടൽ പ്ലേറ്റ് ആണ് നമ്മൾ വെക്കണമെങ്കിൽ ഭയങ്കര ഫോഴ്സ് ആയിരിക്കും. അതേസമയം നമ്മളൊരു കല്ല് എന്തെങ്കിലും എടുത്ത് വെർട്ടിക്കൽ വെയിറ്റ് കൂടുതലാണെങ്കിൽ പെട്ടെന്ന് അകത്തോട്ട് അങ്ങ് കയറിപ്പോവും. ശരിയല്ലേ? ശരി. ഓക്കെ. അപ്പൊ ഇതിൽ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ഒരു സെന്റർ പോയിന്റ് ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പ്ലേറ്റ് ആണ് എടുത്ത് നമ്മൾ വെള്ളത്തിൽ മുക്കുകയാണെങ്കിൽ അത് സൈഡ് വഴി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അകത്തോട്ട് പോകും. പക്ഷെ സെന്ററിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ട് അകത്തോട്ട് പോകത്തില്ല, ഏകദേശം അപ്രോക്സിമേറ്റ് സെന്ററിൽ. ശരിയല്ലേ? അപ്പൊ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതെടുത്ത് വെള്ളത്തിൽ ഇട്ടെങ്കിൽ ഏകദേശം ഇവിടെയാണ് നമ്മൾ ഡിപ്പ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് അകത്തോട്ട് കയറും. പക്ഷെ ഇവിടെയാണ് നമ്മൾ ഡിപ്പ് ചെയ്യണമെങ്കിൽ ഏകദേശം കയറി പോകത്തില്ല. ശരിയല്ലേ? അപ്പൊ അങ്ങനെയുള്ള ആ പോയിന്റാണ് സെന്റർ ഓഫ് ബയോൺസി എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഒക്കെ ഉള്ളത് എന്താണ്? ബോഡിയിലെ സെന്ററിന്റെ വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടിനെയാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്, അല്ലെ? സിമിലർലി ഈ ബയോൺസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പർട്ടിക്കുലർ പോയിന്റ് വെച്ചിട്ടാണ് പ്രഷർ ആക്ട് ആവുന്നത്. ആ പ്രഷർ അവിടെയാണ് ആക്ച്വലി അതിന്റെ ഫോഴ്സ് ആക്ട് ആവുന്നത്, സെന്റർ പോയിന്റ്. അതിനെയാണ് സെന്റർ ഓഫ് ബയോൺസി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഹലോ, ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ. അടുത്ത നെക്സ്റ്റ്. അപ്പൊ അതിന്റെ പ്രോബ്ലം നമുക്ക് പഠിക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് തിയറി പഠിച്ചിട്ട് വരാം. വാട്ട് ഈസ് മെറ്റാസെൻട്രിക് സെന്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അതായത് നമ്മളിപ്പോ ഒരു ബോഡി ഇങ്ങനെ ഇരിക്കുകയാണ്, ഈ ഡയഗ്രത്തിൽ കാണുന്ന ഒരു ബോഡി ഇങ്ങനെ ഇരിക്കുകയാണ്, വെള്ളത്തിൽ ഇങ്ങനെ ഫ്ലോട്ടായി കിടക്കുകയാണ്. അപ്പൊ ഞാൻ ഈ ഒരു പാർട്ടിൽ ഞാൻ ഒരു ഫോഴ്സ് കൊടുത്തു. ഓക്കെ. ആ പാർട്ടിൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും? ഇത് ഈ ഒരു ഡയഗ്രാം പോലെ ആയിട്ട് മാറും. ശരിയല്ലേ? ഇതെന്ത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ കിടന്ന് റൊട്ടേറ്റ് ആവും. ശരിയല്ലേ? ഞാൻ ഇപ്പൊ റെഡ് കാണിച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ റൊട്ടേറ്റ് ആവും. ശരിയല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഈ റൊട്ടേറ്റ് ആവുമ്പോൾ ഇവിടെ ഒരു റേഡിയസിൽ ഒരു സർക്കിൾ ക്രിയേറ്റ് ആവും. ശരിയല്ലേ? ഇങ്ങനെ ഒരു സർക്കിൾ ക്രിയേറ്റ്. ഈ സർക്കിളിന്റെ സെന്റർ ഉണ്ടല്ലോ, ഈ സെന്ററിനെയാണ് എന്താണ് മെറ്റാ സെന്റർ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ബോഡി എടുത്ത് ആ ഫോഴ്സ് കൊടുക്കുന്ന അത് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ശരിയല്ലേ? ഇതാ ഇങ്ങനെ ഒരു ബോഡി എന്താ ഇങ്ങനെ, ആ ബോഡി ഇങ്ങനെ ഇങ്ങനെ ഒരു സർക്കിൾ ഷേപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ റൊട്ടേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ശരിയല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതായത് വേറെ ഒന്നും ചെയ്യില്ല. ഞാൻ ഇവിടെ ഒരു ഫോഴ്സ് എന്ന് എഴുതിക്കുന്നുണ്ട്. ആ ഫോഴ്സിൽ ഞാൻ ഒരു ജസ്റ്റ് ഒരു തട്ട് കൊടുക്കുമ്പോൾ അതെന്താവും? അങ്ങോട്ട് താഴെയും മുകളിലും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ശരിയല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സർക്കുലർ ഷേപ്പ് ഉണ്ടല്ലോ, ഇതേപോലെ ഒരു സർക്കുലർ ഷേപ്പ് ഉണ്ടാവും. ശരിയല്ലേ? അതായത് അത് പോണ പാത്താണ് സർക്കുലർ ഷേപ്പ്. ആ സർക്കുലർ ഷേപ്പിന്റെ പാത്തിന്റെ സെന്റർ, ആ പാത്ത് സർക്കുലർ ഷേപ്പ് പോകുമ്പോൾ അതിനെ ജോയിൻ ചെയ്യിപ്പിച്ച് ഒരു സെന്റർ വരയ്ക്കാൻ പറ്റും. അതിനാണ് എന്തെന്ന് പറയുന്നത്? മെറ്റാ സെന്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഇനി വാട്ട് ഈസ് മെറ്റാസെൻട്രിക് ഹൈറ്റ്? അതായത് വെള്ളത്തിനകത്ത് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ജി എന്ന് കിടക്കുന്നുണ്ട്. ഇത് എങ്ങനെ അറിയാം? ഇത് വെള്ളത്തിനകത്ത് ഇത്രയാണ് കിടക്കുന്നത്. ഇത് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ജി ആണ്. ഓക്കെ. അപ്പൊ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ മെറ്റാ സെന്റർ എം ആണ്. ഇവിടെ ഇതിന്റെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മെറ്റാ സെന്റർ എം ആണ്. ഈ എം തൊട്ട് ജി വരെയുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? മെറ്റാ സെൻട്രിക് ഹൈറ്റ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മെറ്റാ സെന്റർ ഓഫ് ദ ഫ്ലോട്ടിംഗ് ബോഡി ആൻഡ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ബോഡി ഈസ് കാൾഡ് മെറ്റാ സെൻട്രിക് ഹൈറ്റ്. ക്ലിയർ അല്ലേ? മനസ്സിലായ? കോൺസെപ്റ്റ് മനസ്സിലായോ? ഓക്കെ. അടുത്ത ഒരു തിയറി എന്ന് വെച്ചാൽ,
സ്റ്റെബിലിറ്റി വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനദർ തിയറിയാണ് കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ഫ്ലോട്ടിംഗ് ബോഡി ആൻഡ് സബ്മർജ്ഡ് ബോഡി. എന്താണ് ഈ സ്റ്റെബിലിറ്റി ഓഫ് ഫ്ലോട്ടിംഗ് ബോഡി ആൻഡ് സബ്മർജ്ഡ് ബോഡി എന്ന് പറഞ്ഞാൽ മുങ്ങിയിരിക്കുന്നതാണ് സബ്മർജ്ഡ് ബോഡി. ഫ്ലോട്ടിംഗ് ബോഡി ആണെങ്കിൽ അതിന്റെ മോളിൽ ഇങ്ങനെ ഫ്ലോട്ടായിട്ട് കിടക്കും, അതാണ് ഫ്ലോട്ടിംഗ് ബോഡി എന്ന് പറയുന്നത്. ശരിയല്ലേ? സബ്മർജ്ഡ് എന്ന് പറഞ്ഞാൽ അകത്ത് ഇങ്ങനെ മുങ്ങി കിടക്കുന്ന ബോഡിയാണ് എന്തിനാണ് സബ്മർജ്ഡ് ബോഡി എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ എന്താണ് സ്റ്റെബിലിറ്റി ഓഫ് സബ്മർജ്ഡ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് 3 രീതിയിലാണ്. ഒന്നെന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയം, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, ന്യൂട്രൽ ഇക്വിലിബ്രിയം. എന്താണ് സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ ബയോൺസി ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഒരേ പോയിന്റിൽ ഇങ്ങനെ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ബയോൺസി ഫോഴ്സ് മുകളിലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴെയാണെങ്കിൽ അതിനെ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയും. അതേപോലെ ബയോൺസി ഫോഴ്സ് താഴെയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മുകളിലും ആണെങ്കിൽ അതിനെ അൺസ്റ്റേബിൾ എന്നും, രണ്ടും കൂടി ഒറ്റ പോയിന്റിലാണെങ്കിൽ അതിനെ പറയുന്ന പേര് ന്യൂട്രൽ എന്നും പറയും. ക്ലിയർ ആണ്? ക്ലിയർ. ഓക്കെ. ഇത് സ്റ്റെബിലിറ്റി ഓഫ് സബ്മർജ്ഡ് ബോഡിയാണ്. ഇനി സ്റ്റെബിലിറ്റി ഓഫ് ഫ്ലോട്ടിംഗ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, സിമ്പിൾ ആണ്. ഇതറിയാമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം. ഫ്ലോട്ടിംഗ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണ് പഠിച്ചത്, ബയോൺസി ഫോഴ്സും മറ്റേത് എന്താണ് മെറ്റാസെൻട്രി. മെറ്റാസെന്റർ അതായത് ബിക്ക് വരെ എം കൊടുക്കുന്നു. മെറ്റാസെന്റർ എബോവ് ജി, അതായത് സെന്റർ ഓഫ് ഗ്രാവിറ്റിക്ക് മുകളിലാണ് മെറ്റാസെന്റർ ഉണ്ടെങ്കിൽ അതിനെ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയും. സിമിലർലി മെറ്റാസെന്ററിന് സെന്റർ ഓഫ് ഗ്രാവിറ്റി മുകളിലും മെറ്റാസെന്റർ താഴെയാണെങ്കിൽ അതിനെ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. മെറ്റാസെന്റർ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും ഒരേ പോയിന്റിലാണെങ്കിൽ അതിനെ പറയുന്ന പേര് ന്യൂട്രൽ ഇക്വിലിബ്രിയം. വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഈ പാഠം. തിയറിയാണ്. ഈ പടവും വരച്ച് ഈ കാര്യങ്ങൾ ഈ ഒരു ഷോർട്ട് കട്ട് ഒന്ന് എഴുതിയാൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ ഇത്രയാണ് അതിന്റെ തിയറി ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അതിന്റെ പ്രോബ്ലംസ് നോക്കാം. അപ്പൊ ഇതിൽ നോക്കിയേ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഒരു 4-5 പ്രോബ്ലംസ് പഠിച്ചാൽ മതിയേ. ഓക്കെ. അതായത് ഇതിൽ നോക്കുക, ഫൈൻഡ് ദ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആൻഡ് പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് ബയോൺസി എന്ന് പറഞ്ഞു. വോളിയം ഓഫ് വാട്ടർ എത്ര ഡിസ്പ്ലേസ് ആയിട്ടുണ്ട്, അതിന്റെ സെന്റർ ഓഫ് പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് ബയോൺസി എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കൂടാൻ ബ്ലോക്ക് ഓഫ് വിത്ത് 2 വിത്തും ലെങ്തും ഹൈറ്റും തന്നിട്ടുണ്ട്. കണ്ട, വിത്ത്, ഡെപ്ത് ആൻഡ് ലെങ്ത്, ഇത് 3 തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇത് നമ്മൾ ഫ്ലോട്ട് ചെയ്യാണ്. ഫ്ലോട്ട് ചെയ്യുമ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ മുക്കുമ്പോൾ ഡെപ്ത് 1.5 എന്നിട്ട് ഫ്ലോട്ട്സ് ഹൊറിസോണ്ടലി ഇൻ വാട്ടർ. ദ ഡെൻസിറ്റി തന്നിട്ടുണ്ട് 650 ആൻഡ് ഇറ്റ്സ് ലെങ്ത് 6 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ടോട്ടൽ വോളിയം ഓഫ് ദ ബ്ലോക്ക് എത്രയാണ്? ഇത് 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ, 2.5 ഇൻറ്റു 1.5 ഇൻറ്റു 6. ശരിയല്ലേ? അതാണ് അതിന്റെ ടോട്ടൽ വോളിയം ഓഫ് ദ ബ്ലോക്ക്. ഇങ്ങനെ ഡെൻസിറ്റി തന്നിട്ടുണ്ട് എത്ര, 650 തന്നിട്ടുണ്ട്. അപ്പൊ വെയിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻറ്റു അതിന്റെ വോളിയം ആണ് അതിന്റെ എന്തിനെന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ദ ബ്ലോക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ. അതായത് ഒരു ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ അതിന്റെ ഡെൻസിറ്റിയും അതിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും അതിന്റെ വോളിയം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് അതിന്റെ വോളിയം ഓഫ് ദ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഇക്വിലിബ്രിയം കണ്ടീഷൻ ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? നമ്മളെ വെയിറ്റ് ഫോർ ഇക്വിലിബ്രിയം ആകുമ്പോൾ ദ വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ അകത്തോട്ട് ഇങ്ങനെ മുക്കുമ്പോൾ എന്ത് സംഭവിക്കും? വെയിറ്റ് ഓഫ് ദ വാട്ടർ, കുറച്ച് വെള്ളം ഇങ്ങനെ വെളിയിലോട്ട് പോകും, അത് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ വുഡൻ ബ്ലോക്ക്. ആ വെയിറ്റും ആ വെള്ളം വെളിയിലോട്ട് പോകുന്ന വെള്ളത്തിന്റെ ക്വാണ്ടിറ്റിയും രണ്ടിന്റെ വെയിറ്റും ഈക്വൽ ആയിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ. ശരിയല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മളൊരു ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ടുണ്ട്, ഞാൻ ഒരു ഒബ്ജക്റ്റ് എടുത്ത് വെള്ളത്തിനകത്ത് ഇട്ട്, ഓക്കെ, അത് ഫുള്ളി നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഞാൻ വെയിറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റ് എടുത്ത് വെള്ളത്തിനകത്ത് ഇട്ട്, അപ്പൊ അതെന്ത് ചെയ്യും? കുറച്ച് വെള്ളം കളയും. അതായത് ഫുള്ളി ഒക്കുപ്പൈഡ് ആണ്. അപ്പൊ അതിൽ കുറച്ച് വെള്ളം കളയും. ആ വെള്ളം കളയുന്ന വെള്ളത്തിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഒബ്ജക്റ്റിന്റെ വെയിറ്റിന് ഇക്വലന്റ് ആയിരിക്കും എന്നാണ് ഇക്വിലിബ്രിയം. ക്ലിയർ അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഞാൻ വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ബൈ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. വെയിറ്റ് വോളിയം വാട്ടർ ഡിസ്പ്ലേസ്ഡ് 14,000, നേരത്തെ നമ്മൾ കിട്ടിയ 143,471 ഡിവൈഡ് ബൈ വെയിറ്റ് ഡെൻസിറ്റി വാട്ടർ എത്ര? 1000 × 9.81. ഞാൻ പൊസിഷൻ ഓഫ് സെന്റർ ബയോൺസി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? വോളിയം ഓഫ് വുഡൻ ബ്ലോക്ക് ഇൻ വാട്ടർ എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആണ്. വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എത്രയാണ്? അതായത് നമ്മളിപ്പം ആ ബക്കറ്റിൽ നമ്മൾ എന്താ ആ വോളിയം ഉള്ള ഒബ്ജക്റ്റിനെ ഞാൻ എന്ത് ചെയ്യുന്നു? സ്ക്വയർ ബോക്സ് ഉള്ള
ഒരു വോളിയമുള്ള ബ്ലോക്കിനെ ഞാൻ അകത്തോട്ട് ഇങ്ങനെ കയറ്റി. അപ്പൊ ഇത്രയും വെള്ളം കളഞ്ഞാൽ, ഇത്രയും വെള്ളം കളയാണെങ്കിൽ അതിന്റെ എത്രമാത്രം ഹൈറ്റ്, എത്രമാത്രം തിക്നെസ് അകത്തോട്ട് വെള്ളത്തിനകത്ത് നിൽക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഫ്ലോട്ടിംഗ് ബോഡി അല്ലേ? അപ്പൊ ഫ്ലോട്ടിംഗ് ബോഡി എത്രമാത്രം അകത്ത് നിൽക്കുന്നു, ഇങ്ങനെ ഇങ്ങനെ കുറച്ച് പാർട്ട് വെളിയിൽ നിൽക്കുക. അപ്പൊ ഇത്രയും പാർട്ട് എച്ച് എന്നുള്ള പാർട്ട് അകത്ത് നിൽക്കുകയാണ്. അതായത് ബാക്കി എല്ലാ സൈഡും വെള്ളമാണ്. മനസ്സിലായോ? നിൽക്കുന്ന പൊസിഷൻ മനസ്സിലായോ? അതായത് ഇത്രയും വെള്ളം, ഓക്കെ, ഇത്രയും വെള്ളമാണ് ഇതിനകത്താണ് ആ ഫ്ലോട്ട് ബോഡി നിൽക്കുന്നത്. ഓക്കെ, ഇത്രയും അകത്ത് വെള്ളം ഇത്രയും പാർട്ട് വെള്ളത്തിനകത്ത്, അതായത് ഇത്രയും എച്ച് എന്നുള്ള ഇത്രയും പാർട്ട് അകത്ത് നിൽക്കുകയാണ്. ഇത് എത്രയും വെള്ളത്തിനകത്ത് നിൽക്കുകയാണ്. ഇത്രയും പാർട്ട് മുകളിൽ വെള്ളത്തിന് വെളിയിൽ നിൽക്കുകയാണ്. അപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ എച്ച് എങ്ങനെ കണ്ടുപിടിക്കുന്നു പറഞ്ഞാൽ എന്താണ്, 2.5 ഇൻറ്റു ആ ഹൈറ്റ് നമുക്ക് അറിഞ്ഞുകൂടാ, ഇൻറ്റു 6 നമുക്ക് 14.625 ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടും, എച്ച് കിട്ടും. എച്ച് കിട്ടിയാൽ മാത്രം പോരാ, അത് ഹൈറ്റ് ആണ്. ബയോൺസി എവിടെയാണ് ആക്ട് ആകുന്നത്? ഈ എച്ചിന്റെ പകുതി, അതായത് മുങ്ങിയ ആ പാർട്ടിന്റെ ഹാഫ്. ബയോൺസി എന്ന് പറഞ്ഞാൽ എവിടെയെന്ന് പറഞ്ഞാൽ മുങ്ങിയ പാർട്ടിന്റെ ഹാഫ്, സബ്മർജ് ചെയ്ത് നിൽക്കുന്ന പാർട്ടിന്റെ ഹാഫ്. ക്ലിയർ ആണ്? ക്ലിയർ. ഓക്കെ, ഇതാണ് അതിന്റെ ഇത് പ്രോബ്ലം എന്ന് പറഞ്ഞത്. ഓക്കെ ആണോ? ആ പ്രോബ്ലം ഓക്കെ അല്ലേ? അടുത്ത രണ്ടാമത്തെ, സ്റ്റോൺ ഓഫ് വെയിറ്റ് 392.4 ന്യൂട്ടൺ ഇൻ എയർ ആൻഡ് 196.2 ന്യൂട്ടൺ ഇൻ വാട്ടർ. അതായത് ഒരു സ്റ്റോണിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 392.4 ന്യൂട്ടൺ ആണ് സാധാരണ എയറിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് എടുത്തപ്പോൾ. പക്ഷേ വെള്ളത്തിൽ ഇട്ടപ്പോൾ അതിന്റെ വെയിറ്റ് കുറഞ്ഞു പോയി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന്റെ വോളിയം എന്താണ്, സ്പെസിഫിക് ഗ്രാവിറ്റി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ഫോർമുല ഉണ്ട്, വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ സ്റ്റോൺ ഇൻ വാട്ടർ ഈസിക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേ. ശരിയല്ലേ? വെള്ളത്തിൽ കൊണ്ടിടുമ്പോൾ എന്ത് സംഭവിക്കും? കുറച്ച് വെള്ളം വെളിയിൽ പോകും. ആ വെള്ളത്തിന്റെ ഡിഫറൻസ് ആണ് നമ്മൾ എന്ന് പറയുന്നത് വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ സ്റ്റോൺ ഓഫ് വാട്ടർ ഈസിക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. ശരിയല്ലേ? അപ്പൊ അതിലെന്ന് പറഞ്ഞാൽ ഇതേ മൈനസ് ഇത് ഈസിക്വൽ ടു ദിസ്. അപ്പൊ 1000 G ഇൻറ്റു വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ ഇക്വേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് കിട്ടും. വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് കിട്ടി. ഓക്കെ, അതെന്തായിരിക്കും? വോളിയം ഓഫ് സ്റ്റോൺ ആയിരിക്കൂലേ? അതായത് വോളിയം ഓഫ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ 2 × 10⁴. ക്ലിയർ അല്ലേ? ഈ ഒരു ഫോമുല ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. പിന്നെ ഉള്ള സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? W/G. mg അല്ലേ ഫോമുല? അപ്പം സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലേ? അപ്പൊ മാസ് എന്തായിരിക്കും? W/G അല്ലേ? ഇനി ഡെൻസിറ്റി ഈക്വൽ മാസ് ബൈ വോളിയം അല്ലേ? അപ്പം അതിൽ നമുക്ക് മാസ് ഇവിടെ കിട്ടുകയാണെങ്കിൽ ആ മാസ് എടുത്ത് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ എന്താണ്? വോളിയം നമുക്ക് നേരത്തെ അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വോളിയം നമുക്ക് നേരത്തെ 1/50 എന്നറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സ്പെസിഫിക് ഗ്രാവിറ്റി, ഡെൻസിറ്റി ഓഫ് സ്റ്റോൺ കിട്ടും. ഡെൻസിറ്റി കിട്ടിയാൽ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ഫോമിൽ എന്താണ്? സ്പെസിഫിക് ഗ്രാവിറ്റി ഈക്വൽ എന്താണ്? ഡെൻസിറ്റി ഓഫ് സ്റ്റോൺ ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ശരിയല്ലേ? ഡെൻസിറ്റി ഓഫ് സ്റ്റോണും കിട്ടി, വാട്ടറും കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 കിട്ടും. ഓക്കെ അല്ലേ? ഇതെല്ലാം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പൊ ഇത് ചോദിച്ചിട്ടുണ്ട്, 7 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് നോക്കിക്കോണ്ട് 10 മാർക്കിനൊക്കെ. അടുത്തെന്ന് പറഞ്ഞാൽ ബോഡി ഓഫ് വെയിറ്റ് ഇത്രയും തന്നിട്ടുണ്ട്, 1.5 × 1.22 മീറ്റർ ആൻഡ് വെയിറ്റ് 1962 ന്യൂട്ടൺ. ഫൈൻഡ് ഇറ്റ്സ് വെയിറ്റ് ഇൻ എയർ. നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദ ബോഡി, അതേപോലെ വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ ഡിസ്പ്ലേസ് ഈക്വൽ വെയിറ്റ് ഓഫ് വാട്ടർ. അപ്പൊ വെയിറ്റ് ഇൻ എയർ നമുക്ക് അറിയത്തില്ല. ഓക്കെ, ഇതിൽ വാട്ടറിന്റെ വെയിറ്റ് തന്നിട്ടുണ്ട്, അത് നമ്മൾ 1962 ആണ്. അതേപോലെ വെയിറ്റ് ഡിസ്പ്ലേസ്ഡ് എന്ന് പറഞ്ഞാൽ ഇത് വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞാൽ 1000 × 9.81 ഇൻറ്റു എത്രയാണ്? വോളിയം ഓഫ് ദ ബോഡി 3. അത് എങ്ങനെ വോളിയം ഓഫ് ദ ബോഡി കിട്ടി? 1.5 × 1 × 2. അത് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പൊ നമുക്ക് ആ ഒരു ഇത് കിട്ടി. അത് വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസിന്റെ ഇക്വേഷൻ ആണ്. പിന്നെ ഇത് വെയിറ്റ് ഓഫ് എയർ. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ട്? വെയിറ്റ് ഓഫ് എയർ കിട്ടി. ഇനി മാസ് ഓഫ് ദ ബോഡി W/G അല്ലേ? WC mg അല്ലേ? മാസ് ഈക്വൽ ടു W/G. അപ്പൊ അത് കിട്ടും. പിന്നെ ഡെൻസിറ്റി അറിയാലോ, ഡെൻസിറ്റി മാസ് ബൈ വോളിയം ചെയ്ത് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. സ്പീഡ് ഇല്ലല്ലോ? കുഴപ്പമില്ലല്ലോ? ഓക്കെ, അപ്പൊ അടുത്തെന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ പഠിക്കാൻ പോണ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാമത്തെ പാർട്ടാണ് മെറ്റാസെൻട്രിക് ഹൈറ്റ് കണ്ടുപിടിക്കണം. ഇതോടെ ഈ ടോപ്പിക് അങ്ങ് തീരും. മെറ്റാസെൻട്രിക് ഹൈറ്റ്. ഓക്കെ, എന്താണ് ഈ മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ? mg നമുക്കറിയാലോ. mg എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റാസെൻറ്റർ തൊട്ട് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസിനാണ് മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എങ്ങനെ കണ്ടുപിടിക്കുന്ന പറഞ്ഞാൽ
ഐ ബൈ വോളിയം, അതായത് സബ്മേർജ്ഡ് വോളിയം, അത് പറഞ്ഞുതരാം എന്താണ് ബി ജി. ഇതാണ് ഫോർമുല. ഓക്കെ, അപ്പൊ ഐ ബൈ വോളിയം ഇൻറ്റു ഇതിന്റെ ഇതാണ് പറയുന്നത്. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ, ഈ ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു വെക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, മൊമെന്റ് ഓഫ് ഇനർഷ്യാണ്. അപ്പൊ ഐ ഓക്കെ. മൂന്നെണ്ണത്തെ നീ പഠിച്ചു വെച്ചാൽ, ഒന്നെന്ന് പറഞ്ഞാൽ ബി ഡി ക്യൂ ബൈ 12, എന്താണ് റെക്ടാംഗിളിന്റെ ഷേപ്പ്. റെക്ടാംഗിൾ എങ്ങനെയാണ് ഇരിക്കുന്നത്, ഇതിന്റെ സൈഡ് ഇവിടെ ബിയും ഇവിടെ ഡിയും ആണെങ്കിൽ ബി ഡി ക്യൂ ബൈ 12 ആണ് റെക്ടാംഗുലർ സെക്ഷൻ. ഇനി ഓക്കെ. സർക്കുലർ സെക്ഷൻ ആണെങ്കിൽ പൈ ഡി പവർ 4/64, ഡയമീറ്റർ തരാണെങ്കിൽ പൈ ഡി പവർ 4/64 ഇട്ടാൽ മതി. ഓക്കെ, സർക്കുലർ സെക്ഷന്റെ. ഇനി ഓക്കെ. അതേപോലെ തന്നെ സർക്കുലർ സെക്ഷന്റെ ഹോളോ ആണ് തരണമെങ്കിൽ π/4 64 ഡി പവർ 4 മൈനസ് ഡി പവർ 4. ഈ 3 ഇക്വേഷൻ നീ പഠിച്ചു വെച്ചാൽ ഈ മെറ്റാസെന്ററിലെ ഏത് പ്രോബ്ലം വന്നാലും ചെയ്യാൻ പറ്റും. ഓക്കെ. ഓക്കെ, അതാണ് ഈ ഐയുടെ കേസ്. ഉം. ഇനി ഈ വോളിയം എന്ന് പറഞ്ഞാൽ സബ്മാർജിഡ് വോളിയം. സബ്മാർജിഡ് വോളിയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു റെക്ടാംഗുലർ ബോക്സ് 1 × 2 × 6 എന്ന് വിചാരിക്കുക. അപ്പൊ ഇത് ആക്ച്വലി 1 × 2 × 6 ആണ് ഇതിന്റെ, ഇങ്ങനെയാണ് ഇരിക്കുന്നത് വിചാരിക്കുക. ഓക്കെ, ഉം. അപ്പം സബ്മർജ്ഡ് വോളിയം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ 6ന് പകരം ഇത് ഇത്രയും വെള്ളം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അതായത് ഉം. ഇത്രയും മാത്രം വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നത്. അതായത് 4 മീറ്റർ അകത്തും 2 മീറ്റർ വെളിയിലുമാണ് ഇരിക്കുന്നത്. വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി ഫ്ലോട്ടിങ്ങിൽ കിടക്കുകയാണ്. ഓക്കെ, അപ്പം മുങ്ങിയ പാർട്ട് ഏതാണ്, മുങ്ങിയതിന്റെ വോളിയം എത്രയാണ്, 1 × 2 × 4 ആണ്. ശരിയല്ലേ? ഓക്കെ. ഓക്കെ. അതാണ് ഈ സബ്മർജ്ഡ് വോളിയം എന്ന് പറയുന്നത്, ഈ പാർട്ട്. ഉം. അതായത് അവർ തരും എത്ര ഡീപ്പിൽ മുങ്ങിയിരിക്കണമെന്ന് പറയും. ആ മുങ്ങിയതിന്റെ വോളിയമാണ് ഇത്. മുങ്ങാത്തതാണ് ടോട്ടൽ വോളിയം. മുങ്ങിയിരിക്കുന്നതിന്റെ ആ വോളിയത്തിനാണ് ടോട്ടൽ വോളിയം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? clear. ഇനി മൂന്നാമത്തത് ബി എന്താണ്, ബി ജി ആണ്. ജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ മുങ്ങിയത് ഞാൻ പറഞ്ഞ എത്രയാണ്, ഇവിടെ 6 എന്നാണ് പറഞ്ഞത്. മൊത്തം ഹൈറ്റ് എത്രയാണ് ഇതിന്റെ, 6 ആണ്. അപ്പം റെക്ടാംഗുലർ ബ്ലോക്കിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ജി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 6/2 ആണ്. ടോട്ടൽ ഹൈറ്റ് ബൈ 2, അതാണ് സെന്റർ ഓഫ് ജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മനസ്സിലായ ജി? മനസ്സിലായി. ഇനി ബി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ, മുങ്ങിക്കിടക്കണ എത്രയാണ്, 4 മീറ്റർ അല്ലേ ഇവിടെ. അതെ. അപ്പൊ 4/2 അതിന്റെ ഹാഫിനെയാണ് നമ്മളിന്ന് ബയോൺസി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നമ്മൾ ബി ജിയെ നമ്മൾ എഴുതുമ്പോ എങ്ങനെ, ജി ഇന്ന് ബി കുറയ്ക്കണം. ജി ഇവിടെ എത്രയാണ്, 6/2 മൈനസ് 4/2. 6/2 എത്രയാണ്, 3 - 2 എത്രയാണ്, 1 കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ബി ജി കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. ക്ലിയർ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ പോണത്. അപ്പൊ നമുക്ക് ആദ്യം ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ഇതാ ഈ ക്വസ്റ്റ്യൻ എന്താണ്, റെക്ടാംഗുലർ പാൻറ്റൂൺ ഓഫ് 5 മീറ്റർ × 3 മീറ്റർ × വൈഡ് ആൻഡ് 1.2 മീറ്റർ ഹൈറ്റ്. 5 × 3 × 1.2 മീറ്റർ ഹൈറ്റ് ആണ് തന്നേക്കുന്നത്. ഓക്കെ, ദ ഡെപ്ത് ഓഫ് ഇമ്മേഴ്ഷൻ ഈസ് 0.8. ശ്രദ്ധിച്ചോണേ, ഡെപ്ത് ഓഫ് ഇമ്മേഴ്ഷൻ ഈസ് 0.8 ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മുങ്ങിയിരിക്കുന്ന എത്ര, 1.2 ഹൈറ്റ് ഉള്ള ഒരു സാധനം 0.8 മുങ്ങിയിട്ടുള്ളൂ. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മുടെ മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മെറ്റാസെൻട്രി എങ്ങനെ കണ്ടുപിടിക്കണം, ഇത് കണ്ടുപിടിക്കുന്ന എന്താണ് ഫോർമുല, ഐ ബൈ മുങ്ങിയതിന്റെ വോളിയം മൈനസ് ബി ജി ആണ് ഫോർമുല. അപ്പൊ ഇതിൽ നോക്കിയേ, ഇതിൽ ബിയുടെ വാല്യൂ എത്രയാണ്, 0.8 ആണ്. 0.8 ഡിവൈഡഡ് ബൈ 2, ശരിയല്ലേ, മുങ്ങിയതിന്റെ ഹാഫ്. ജി എന്ന് പറഞ്ഞാൽ എന്താണ്, മുങ്ങാത്തതിന്റെ ഹാഫ്, 1.2 ഡിവൈഡഡ് ബൈ 2, ശരിയല്ലേ? ശരി. അപ്പൊ ബി ജി എന്ന് കഴിഞ്ഞാൽ ജി മൈനസ് ബി ആണ്. അപ്പൊ ജി മൈനസ് ബി ചെയ്യുമ്പോൾ എത്രയാണ്, 1.2/2 എത്ര, 0.6 മൈനസ് 0.8/2 എത്ര, 0.4. ഒരു ഡൗട്ട്. ആ ജി നമ്മള് ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഈ 1.2 ഫുൾ ഹൈറ്റ് അല്ലേ? അപ്പൊ 1.2ന്റെ ഹാഫിലാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ലൊക്കേറ്റ് ചെയ്യണത്. അതായത് ഒബ്ജക്റ്റിന്റെ ടോട്ടൽ ഹൈറ്റിന്റെ ഹാഫ് ആണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. അപ്പൊ ഇത് 1.2/2 കിട്ടും. അപ്പൊ 0.6 കിട്ടും. അതേപോലെ ബയോൺസി എന്ന് പറഞ്ഞാൽ എന്താണ്, മുങ്ങിയതിന്റെ ഹാഫ്. ഈ 1.2-ല് 0.8 വെള്ളത്തിനടിയിലുള്ളൂ. അപ്പം അതിന്റെ ഹാഫാണ് ബയോൺസി എന്ന് പറയുന്നത്. അതാണ് 0.8 ഡിവൈഡഡ് ബൈ 2 എത്ര വരും, 0.4 വരും. അപ്പൊ ടോട്ടൽ അത് 0.2 ആയിട്ട് മാറും. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ റെക്ടാംഗുലർ സെക്ഷൻ ആണ്, ഐ ആണ്. അപ്പൊ ഐ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്, ബി ഡി ക്യൂ ബൈ 12. ബി എത്രയാണ് ഇവിടെ, 5 × 3 ക്യൂബ് ഡിവൈഡഡ് ബൈ 12, ശരിയല്ലേ? ബി ഡി ക്യൂ ബൈ 12 റെക്ടാംഗിൾ. അപ്പൊ അതിന്റെ കേസും തീർന്നു. ഇനിയുള്ള മുങ്ങിയതിന്റെ വോളിയം എത്രയാണ്, ഞാൻ ആദ്യമേ പറഞ്ഞു, 5 × 3 × 0.8 ആണ്. എന്താണ്,
അപ്പൊ ഇത് കൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇത്രയേ ഉള്ളൂ. സിമ്പിളാ. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നോക്കിയാൽ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? വരുന്നുണ്ട്. അപ്പൊ ഇത് AB എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ എന്റെ ലാംഗ്വേജ് ഞാൻ പറഞ്ഞു. കണ്ട BD³ ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ മുങ്ങിയതിന്റെ വോളിയം മുങ്ങാത്തതിന്റെ വോളിയം എല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചു. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ അടുത്തതിലും ഇതേപോലെ യൂണിഫോം ബോഡി സൈസ് 3x2x1 മീറ്റർ ആണ് വന്നത്. ഡീപ് ഫ്ലോട്ട്സ് വാട്ടർ. വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ദ ബോഡി? ഡെപ്ത് ഓഫ് ഇമേഷൻ ഈസ് 0.8. ഒന്നിന് വരെ എത്രയാണ്? 0.8 ആണ് കൊടുത്തത്. അപ്പൊ എന്തൊരു ചെയ്യുന്ന പറഞ്ഞു. മെറ്റാസെൻട്രിക് ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? I/, മുങ്ങിയതിന്റെ വോളിയം മൈനസ് BG ആണ്. അപ്പൊ ഇതാണ് സംഭവം. 3x2x1 ആണ് ടോട്ടൽ. അതിൽ മുങ്ങിയത് 0.8. ഡെപ്ത് ഓഫ് ഇമേഷൻ 0.8 ആണ്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? അതിന്റെ അത് തന്നെ 0.8 ബൈ ബയോണിസി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.8 ഡിവൈഡഡ് ബൈ 2. സെൻട്രൽ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2. അപ്പൊ ഇത് എത്ര? 0.5 കിട്ടും. ഇത്ര 0.4 കിട്ടും. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് G-B ആണ് ഇതല്ലേ? G-B എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.5 മൈനസ് 0.4. ഇതിന് 0.1 കിട്ടും. ഇതിൽ ഇവിടെ 0.1 എന്ന് എഴുതും. അടുത്ത I എന്ന് പറഞ്ഞാൽ എന്താണ്? BD³ പറ്റുമല്ലോ. ഇത് B, ഇത് D ആണ്. അപ്പൊ B എത്രയാണ്? 3x2³ ഡിവൈഡഡ് ബൈ 12 കിട്ടും. സർക്കുലർ സെക്ഷൻ ആകുമ്പോ BD³ അത് തന്നെയായിരുന്നോ? അല്ല, ഇത് സർക്കുലർ അല്ല. അവന്മാര് ഇതിൽ തെറ്റിച്ചതാണ്. സർക്കുലർ അല്ല. 3x2x1 എന്ന് പറഞ്ഞ സർക്കുലർ അല്ല. ടെക്സ്റ്റ് ബുക്കിൽ തെറ്റിപ്പോയതാണ് അവർക്ക്. ഓക്കെ. അടുത്ത വോളിയം. ഇമേഴ്സ് വോളിയം എത്രയാണ്? 3x2x0.8. അപ്പൊ ഇതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മെറ്റാസെൻട്രിക് ഹൈറ്റ് കിട്ടും. കണ്ടോ ഇവിടെ മെറ്റാസെൻട്രിക് വെയിറ്റ് ഓഫ് ദ ബോഡി കണ്ടുപിടിക്കാനുള്ള മെറ്റാസെൻട്രിക് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് കണ്ട AG മൈനസ് BG 1/2 മൈനസ് 0.8/2 സെൻട്രൽ ഹൈറ്റ് കിട്ടും. പിന്നെ വെയിറ്റ് ഓഫ് ദ ബോഡി എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ് ρ×G വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്. അതായത് 1000 × വോളിയം ഓഫ് വാട്ടർ 3x2 × 0.8 ആണ്. വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞാൽ 0.8 ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇത്രയാണ് അതിന്റെ കാര്യം. ക്ലിയർ അല്ലേ? അപ്പൊ ഈ പാർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടും അതേപോലെയുള്ള സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ്? വുഡൻ ബ്ലോക്ക് ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി 0.7 തന്നിട്ടുണ്ട്. ഡിറ്റർമിൻ ദ മെറ്റാസെൻട്രിക് ഹൈറ്റ് 2x1 × 0.8 സൈസ്. പക്ഷെ അവര് മുങ്ങിയതിന്റെ H തന്നിട്ടില്ല. അതാണ് അവർ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഡിറ്റർമിൻ ദ മെറ്റാസെൻട്രിക് ഹൈറ്റ്. മെറ്റാസെൻട്രിക് ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. മനസ്സിലായ? മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ MGC എന്താണ്? I/ മുങ്ങിയതിന്റെ വോളിയം മൈനസ് BG. ഈ BGയിലെ B എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇതിന്റെ ഹൈറ്റ് ബൈ 2 അല്ലേ? അല്ല, മറ്റേ മുങ്ങിയതിന്റെ ഹാഫ് അല്ലേ? അതാണ് നമ്മൾ H എന്ന് അളവിലെടുത്തേക്കണം. അത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പൊ ആദ്യം നമ്മൾ ചെയ്തേക്കണെന്ന് പറഞ്ഞാൽ അതിന്റെ ടോട്ടൽ ഡയമെൻഷൻ ഓഫ് ദ ബ്ലോക്ക് 2x1 × 0.8. ഡെപ്ത് ഓഫ് ഇമേഷൻ ഫോർ എക്സാമ്പിൾ നമ്മൾ അത് കണ്ടുപിടിക്കാണ്ട് അത് H നമ്മൾ മാർക്ക് ചെയ്തു. അപ്പൊ ഇത് എത്ര? 0.8 മീറ്റർ. ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 0.8 മീറ്റർ ആണ്. അതിൽ H ആണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. മുങ്ങിയതിന്റെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ. അപ്പൊ വെയിറ്റ് ഓഫ് ദ വുഡൻ പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വുഡ് ഇൻറ്റു വോളിയം. അതായത് വെയിറ്റ് ഡെൻസിറ്റി അവർ തന്നിട്ടുണ്ട്. എത്രയാണ്? ഡെൻസിറ്റി തന്നിട്ടില്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഡെൻസിറ്റി 0.7 സ്പെസിഫിക് ആയിട്ട് തന്ന ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? × 1000 ഇടണം. ശരിയല്ലേ? അപ്പം 1000 × 0.7 × 9.81 × 2 × 1 അപ്പോൾ 0.8 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വെയിറ്റ് ഓഫ് വുഡൻ പ്ലേസ് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക? വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു വോളിയം ഓഫ് വുഡ് സബ്മർജ്ഡ് ഇൻ വാട്ടർ. അതായത് ഈ വാട്ടർ കിട്ടും. അപ്പൊ ഇതിൽ H ആണ് കിട്ടിയത്. അപ്പൊ രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതായത് ഈക്വിലിബ്രിയം കണ്ടീഷനിൽ വെയിറ്റ് ഓഫ് വുഡൻ ബ്ലോക്കും വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ അതാണ് ഇതാ ഇവിടെ ഈക്വൽ എഴുതിയത്. അതിൽ നിന്ന് അൺനോൺ ഏതാണ്? H ആണ്. H കണ്ടുപിടിച്ചു. പിന്നെ ബാക്കി പഴയതുപോലെ ചെയ്താൽ മതി. I എന്ന് പറഞ്ഞാൽ എന്താണ്? BD³12. പിന്നെ മറ്റേ മുങ്ങിയതിന്റെ ഹാഫും BD³12. അറിയാലോ അത് അല്ലേ? BD³12 ഉണ്ട്. വോളിയത്തിന്റെ മാർജിൻ വോളിയം ഉണ്ട്. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. അടുത്ത ഓക്കെ. അടുത്തെന്ന് പറഞ്ഞാൽ സോളിഡ് സിലിണ്ടർ ആണ്. ഞാൻ ഇത്രയും നേരം റെക്ടാങ്കുലർ പീസിന്റെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ സോളിഡ് സിലിണ്ടർ ആണ്. സോളിഡ് സിലിണ്ടർ ഡയമീറ്റർ ഈസ് ഈക്വൽ ടു 4 മീറ്റർ തന്നിട്ടുണ്ട്. അതിന്റെ ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 3 മീറ്റർ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ മെറ്റാസെൻട്രിക്. ഇതും നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. എന്താണ് മെറ്റാസെൻട്രിക് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല? I/ ഇമേഴ്സ്ഡ് വോളിയം മൈനസ് BG ആണ് ഫോർമുല.
അപ്പൊ ഈ ഐയുടെ ഫോമിൽ എന്താണ് നീ നേരത്തെ പറഞ്ഞ പോലെ 5d⁴ ആണ്. അപ്പൊ ഇതിലെ ഡയമീറ്റർ തന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, 4 മീറ്റർ വെച്ചിട്ട് നമുക്ക് ഐ കണ്ടുപിടിക്കാൻ പറ്റും. കണ്ടുപിടിക്കാമല്ലോ. ഇനി നമുക്ക് ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് തന്നിരിക്കുന്നത്. സോളിഡിന്റെ കേസിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് 0.6 തരയാണെങ്കിൽ ഡെപ്ത് ഓഫ് ഇമേഷൻ കണ്ടുപിടിക്കാൻ ഒരു ഫോമുല ഉണ്ട്. ഡെപ്ത് ഓഫ് ഇമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 0.6 ഇൻറ്റു, അതായത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദിസ് ഇൻറ്റു അതിന്റെ ഹൈറ്റ് കൊണ്ട് സ്പെസിഫിക് ഗ്രാവിറ്റി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതിന്റെ ഡെപ്ത് ഓഫ് ഇമേഷൻ കിട്ടും. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിന്റെ ഹൈറ്റ് എത്രയാണ്, 3 മീറ്റർ ആണ്. പക്ഷെ അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഡെപ്ത് ഓഫ് ഇമേഷൻ കൂട്ടുമ്പോൾ എത്ര കിട്ടും, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, അതിന്റെ ഡെപ്ത് ഓഫ് ഇമേഷൻ കിട്ടും. എത്ര മുങ്ങിയിരിക്കുന്നു, സിലിണ്ടർ എത്രയാണ് മുങ്ങിയിരിക്കുന്നത് എന്നുള്ളത് കിട്ടും. ഇത്രയാണ് സിലിണ്ടറിന്റെ ഹൈറ്റ്, 3 മീറ്റർ ആണ്. ഓക്കെ, ഇത് ഇത്രയും എച്ച് എങ്ങനെ ഈ എച്ച് കണ്ടുപിടിക്കുന്ന ഫോമുലയാണ് എച്ച് ഈസികൾ എന്താണ്, ഹൈറ്റ് ഇൻറ്റു ടോട്ടൽ ഹൈറ്റ് ഇൻറ്റു എന്താണ്, സ്പെസിഫിക് ഗ്രാവിറ്റി. പഠിച്ചു വെച്ചേക്കും. അപ്പൊ ഇവിടെ 3 ഇൻറ്റു സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. എത്രയാണ് സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ വാല്യൂ 0.9 ആണ്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് എത്ര കിട്ടും, 0.6 മീറ്റർ കിട്ടും. അല്ല, എത്ര കിട്ടും, 1.8 മീറ്റർ കിട്ടും. ഓക്കെ, അപ്പൊ ഡെപ്ത് ഓഫ് ഇമേഷൻ കിട്ടിയല്ലോ. ഡെപ്ത് ഓഫ് ഇമേഷൻ എന്ന് പറഞ്ഞാൽ ബി ആണ്. എത്രയാണ്, 1.8 കിട്ടി. ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ ബയോൺസി കിട്ടും. സെന്റർ ഓഫ് ഗ്രാവിറ്റി എത്ര, ടോട്ടൽ ഹൈറ്റ് 3 ആണ്. അപ്പൊ 3 ഡിവൈഡഡ് ബൈ 2 കിട്ടും. അപ്പം 3/2 മൈനസ് 1.8/2. 3/2 എത്ര, 1.5 മൈനസ് 0.9 എത്ര കിട്ടും, അപ്പം 0.6 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ, ആ പാർട്ട് മനസ്സിലായോ? ഓക്കെ അല്ലേ? അടുത്ത മറ്റേ മുങ്ങിയതിന്റെ വോളിയം എത്ര കണ്ടുപിടിക്കും, ഹാഫ്. മറ്റേ ഇതിൽ എങ്ങനെ വോളിയം കണ്ടുപിടിക്കുന്നത്, ഏരിയ ഇൻറ്റു, അതായത് π/4 d² ആണ് നമ്മളെ സിലിണ്ടറിന്റെ ഏരിയ ഇൻറ്റു അതിന്റെ ലെങ്ത് ആണ്. അപ്പൊ π/4 d² തന്നിട്ടുണ്ട്. എത്രയാണ്, 4² ഇൻറ്റു അതിന്റെ ലെങ്ത് 1.8 ആണ്. ഓക്കെ, മുങ്ങിയതിന്റെ വോളിയമാണ് നമ്മൾ എടുക്കുന്നത്. നല്ല വാട്ടർ ഡിസ്പ്ലേസ് ആവുള്ളൂ. അപ്പൊ അത് 1.8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആ മെറ്റാ സെന്റർ കിട്ടും. ഓക്കെ അല്ലേ? ഇനി ഇതിൽ വേറൊരു സിമ്പിൾ കണ്ടായിരുന്നു, നെഗറ്റീവ് സൈൻ ആണ് കിട്ടിയത് അവസാനം. അപ്പൊ നെഗറ്റീവ് സൈൻ എന്തെന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചത്, നെഗറ്റീവ് സൈൻ മെറ്റാ സെന്റർ എം ഈസ് ബിലോ ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആയിരിക്കും. സെന്റർ ഓഫ് ഗ്രാവിറ്റിക്ക് ബിലോ ആയിരിക്കും നെഗറ്റീവ് കിട്ടിയ. പോസിറ്റീവ് ആണെങ്കിൽ മുകളിലായിരിക്കും, 0 ആണെങ്കിൽ ന്യൂട്രൽ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ ഈ പാർട്ട്? ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ അപ്പൊ ഇത് നമ്മൾ പഠിച്ചു, ഇത് പഠിച്ചു. അപ്പൊ ഇതുപോലെ തന്നെ അടുത്തതും ഇതേപോലെ തന്നെ സിലിണ്ടറിന്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ആദ്യം കണ്ട ഡെപ്ത് ഓഫ് വാട്ടർ കണ്ടുപിടിക്കാൻ സ്പെസിഫിക് ഗ്രാവിറ്റിന്റെ എച്ച് കണ്ടുപിടിച്ചു. പിന്നെ ബയോൺസിയുടെ ഹാഫ്, സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഹാഫ്, മെറ്റാസെൻട്രിക് ഹൈറ്റ്. മെറ്റാസെൻട്രിക് ഹൈറ്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ഇട്ടിട്ടുണ്ട്. സെന്റർ ഓഫ് ഗ്രാവിറ്റി ചെയ്യാമല്ലോ. അപ്പൊ ഇതിൽ നെഗറ്റീവ് സൈൻ കിട്ടി. നെഗറ്റീവ് സൈൻ മീൻസ് എന്താണ്, മെറ്റാസെൻട്രിക് ബിലോ ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഓക്കെ, ഇതിന്റെ ലാസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഇത് വെരി ഇമ്പോർട്ടന്റ് ആയിരുന്നു, ഒരിക്കൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ 2 എണ്ണം ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു റെക്ടാങ്കുലർ ബോക്സിന്റെ മുകളിൽ ഒരു സിലിണ്ടറിക്കൽ ഒബ്ജക്റ്റ്, ഒരു സ്പിയർ പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊരു സ്പെസിഫിക് കേസാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കും, ഒരിക്കൽ ചോദിച്ചിട്ടുള്ളതുണ്ട്. അപ്പൊ ഡയമെൻഷൻ ഓഫ് പാൻറ്റൂൺ എന്ന് പറഞ്ഞാൽ ഈ താഴെ ഇരിക്കുന്നതാണ് പാൻറ്റൂൺ. 10x7x2.5 എന്നുള്ള റെക്ടാങ്കുലർ ബോക്സ് ആണ്. അതിന്റെ വെയിറ്റ് W കൊണ്ട് അവരും ക്വസ്റ്റ്യൻ തന്നുണ്ട്, 686.7. അല്ല, ഡയമീറ്റർ ഓഫ് ദ ബോയിലർ, മോളിൽ നിൽക്കുന്ന ഈ ഡയമീറ്റർ എത്രയാണ്, 5 മീറ്റർ ആണ്. അതിന്റെ W വെയിറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കും. AG1 എന്ന് പറഞ്ഞാൽ ഈ ആ പാൻറ്റൂണിന്റെയാണ്. അതിന്റെ ടോട്ടൽ വെയിറ്റ്, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 2.5 ആണ് ഇതിന്റെ ഹൈറ്റ്. ഇത്രയും ഡിസ്റ്റൻസ് 2.5 ആണ് അല്ലേ. അപ്പൊ അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി 2.5/2 ഇടുക. AG2 എന്ന് പറഞ്ഞാൽ ഈ 2.5 പ്ലസ് ഇതിന്റെ ഹാഫ്, 5 അല്ലേ ടോട്ടൽ. അപ്പൊ 5ന്റെ ഹാഫ് എത്ര, 2.5. 2.5 ഇതിന്റെ ടോട്ടൽ ഹൈറ്റും 2.5. അപ്പൊ അതിന്റെ നമുക്ക് AG1 AG2 കിട്ടും. ഇനി AG1 AG2 നമുക്ക് ഈ ഒരു വെയിറ്റ് വെച്ചിട്ട് നമ്മൾ അതിന്റെ ടോട്ടൽ ബോഡിയുടെ വെയിറ്റ്, സെന്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കാം ഈ ഫോമിൽ വെച്ചിട്ട്. അതായത് AG1 W1 അല്ല W1 ഇൻറ്റു AG1 ഈ ഫോമിൽ പ്ലസ് W2 AG2 W1 പ്ലസ് W2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതിന്റെ ടോട്ടൽ ഈ ടോട്ടൽ ബോഡിയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കിട്ടും. ഓക്കെ, ഇനി അടുത്ത നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ
ഡെപ്ത് ഓഫ് ഇമേഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ? ടോട്ടൽ വെയിറ്റ് ഓഫ് ദ ബാലൂൺ ഇൻ അതിന്റെ ബോയിലർ എന്ന് പറഞ്ഞാൽ സീ വാട്ടർ എത്ര ഡിസ്പ്ലേസ്, ഇത് മുക്കുമ്പോൾ എത്ര സീ വാട്ടർ ഡിസ്പ്ലേസ് ആയിട്ടുണ്ടെന്നുള്ള ഇതിൽ വെച്ചിട്ട് അത് വെച്ച് നമുക്ക് എന്തുണ്ട് ലെങ്തിന്റെ ബ്രെഡ്ത്തിന്റെ ഡെപ്ത് ഓഫ് ഇമേഷൻ ചെയ്യുമ്പോൾ അതിൽ ഡെപ്ത് ഓഫ് ഇമേഷൻ എണ്ണമാണ്, അതിന് എച്ച് കിട്ടും, ഡെപ്ത് ഓഫ് ഇമേഷൻ കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ നേരത്തെ ചെയ്ത ബാക്കിയെല്ലാം പഴയതുപോലെ ബയോൺസി കണ്ടുപിടിക്കുക, മെറ്റാസെൻട്രി കണ്ടുപിടിക്കുക, അതിൽ നിന്ന് ബാക്കി അവസാനം കഴിയുന്നത്. അപ്പൊ ഇത് ഒരിക്കൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, 14 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതോടെ ഒന്ന് നോക്കിയിരിക്കാം. അപ്പൊ ഇത്രയാണ് നമ്മൾ മെറ്റാസെൻട്രിന്റെ കേസ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഓക്കെ. ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ.